എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലത് കരം ഉയർത്തിപ്പിടിച്ച് ഇടത് കരം ചങ്കോട് ചേർത്ത് വെച്ച് ഇന്ന് ഇവിടെ വരാൻ സാധിക്കാത്ത നമുക്ക് ചുറ്റുമുള്ള ഒരു 10,000, ഒരു 20,000, ഒരു 50,000 പേരെ ഓർത്ത് അവരുടെ മേൽ കനിയണമേ. യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഒരു 50,000 പേര് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ, യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടുവാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ഹല്ലേലൂയ. ഭാരതത്തിലെ 130 കോടി ജനങ്ങൾ ഓരോരുത്തരെ എല്ലാവരെയും യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. കൈകൂപ്പി പിടിക്കാം. എത്ര പേർക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിച്ചത്? 130 കോടി ജനങ്ങളെ ഓരോരുത്തരെ എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? കേൾക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാതിരുന്നാൽ കുറ്റമല്ലേ? സ്നേഹരാഹിത്യം. ദൈവത്തിൻ്റെ വലിയ നമ്മളിൽ കൂടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ, അതുവഴി അനേകര് പാപബന്ധനങ്ങൾ വിട്ടുമാറി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന പദ്ധതി. ഞാൻ എല്ലാ ദിവസവും കാലത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ആദ്യം പ്രാർത്ഥിക്കുന്ന 850 കോടി ലോകമെമ്പാടുമുള്ള മനുഷ്യരെ, ഓരോരുത്തരെ എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പിന്നെ 220 കോടി ക്രിസ്ത്യാനികൾ, അവർ മാമോദിസ മുങ്ങിയതാണെങ്കിലും അത്ര നല്ല ജീവിതമല്ല പലരും നയിക്കുന്നത്. 220 കോടി ക്രിസ്ത്യാനികളെ ഓരോരുത്തരെ എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പിന്നെ 165 കോടി മുസ്ലിങ്ങളെ ഓരോരുത്തരെ എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവം പ്രാർത്ഥന കേൾക്കും എന്നുള്ളതിനൊരു തെളിവാണ് മാർപ്പാപ്പായ്ക്ക് UAE അബുദാബി ഗവൺമെൻറ് ഒരു വലിയ സ്വീകരണം കൊടുത്തു. സ്വർഗം താഴെ ഇറങ്ങി വരുന്നത് പോലെയുള്ള ഒരു സ്വീകരണമായിരുന്നത്. എന്താണത്? 140,000 പേരുടെ സ്റ്റേഡിയത്തിൽ ഇരിക്കാനുള്ള ആൾക്കാർക്ക് ശമ്പളത്തോടു കൂടിയുള്ള ലീവ് 3 ദിവസത്തേക്ക് എടുക്കാം, ശമ്പളം കൊടുക്കും.
പിന്നെ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ രാജ്യത്തെ എല്ലാ നേതാക്കന്മാരും അണിനിരന്നാണ് മാർപ്പാപ്പയ്ക്ക് സ്വീകരണം കൊടുത്തത്. അപ്പോൾ പ്രാർത്ഥന ഫലിക്കും. പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥന ജ്വലിപ്പിച്ച് തരുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചാൽ ആഗോളതലത്തിൽ മാറ്റം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ലോകത്തില് 850 കോടി ജനങ്ങളെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഒരു പ്രാർത്ഥന ഒരു കത്തോലിക്കാ സഭയുടെ ഒരു ചെറിയ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചു വെച്ചിട്ടുണ്ട്. അതേതാന്ന് പറയാം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ലോകം മുഴുവനും വേണ്ടിയുള്ളവർക്ക് വേണ്ടി, പാപികളായ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശോയും ഈശോയുടെ അമ്മയായ മറിയവും ഒഴിച്ച് എല്ലാവരും പാപികളാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചോളണമേ. അപ്പോൾ ഒരു ദർശനത്തിൽ, വലിയ ആർച്ച് പോലുള്ള ദർശനത്തിൽ കർത്താവ് ഇങ്ങനെ എഴുതി കാണിച്ചു, ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ലോകം മുഴുവനും വേണ്ടിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. വമ്പൻ പ്രാർത്ഥനയായത്. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി അയക്കുന്ന പ്രാർത്ഥനയാണിത്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഈശോ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ഏതാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ 4 പേര് 5 പേര്, അതാണ് അതിൻ്റെ അർത്ഥം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ്റെ പിതാവേ, 850 കോടി ജനത്തിന്റെ പിതാവേ. ഇതാ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഈശോയുടെ പ്രാർത്ഥന കണ്ട് ലയിച്ചിരുന്ന ശിഷ്യന്മാരാണ്. ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പൊ ഈശോ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. സ്പോണ്ടേനിയസ് പ്രയർ. എന്നതാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ലോകം മുഴുവന്റെ പിതാവേ, അങ്ങയുടെ നാമം സകല ജനപദങ്ങളുടെ ഇടയിലും സകല മനുഷ്യരുടെ ഇടയിലും പൂജിതമാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ അനന്ത സ്നേഹം, അനന്ത കരുണ, അനന്ത നന്മ ഭൂമുഖത്തുള്ള എല്ലാവരും അറിയണം. അങ്ങയുടെ നാമം പൂജിതമാകണം. അങ്ങയുടെ രാജ്യം വരണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം എല്ലാവർക്കും വേണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. അങ്ങയുടെ രാജ്യം വരണം. എല്ലാവരിലും ദൈവരാജ്യം വരണം. പരിശുദ്ധാത്മാവ് നിറയണം. ദൈവസ്നേഹം നിറയണം. പ്രൈസ് ദി ലോർഡ്. അടുത്തെന്താണ്? അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താണ് അങ്ങയുടെ തിരുമനസ്? അങ്ങയുടെ തിരുമനസ് ഇതാണ്. 1 തിമോത്തി 2:4-6. 1 തിമോത്തി 2:4-6. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും
സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യത്തിന്റെ അറിവിലേക്ക് വരണം എന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ സത്യം? ഒന്ന്, യേശു ക്രിസ്തു സത്യമാണ്, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ. യോഹന്നാൻ 14:6. യോഹന്നാൻ 14:6. യേശു വഴിയും സത്യവും ജീവനുമാണ്. യോഹന്നാൻ 17:17. നിന്റെ വചനമാണല്ലോ സത്യം, നിന്റെ വചനമാണല്ലോ സത്യം. ഈ സത്യത്തിന്റെ അറിവിലേക്ക് എല്ലാവരും വരണം. എന്നാൽ നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി ബലിവസ്തുവായി നൽകപ്പെട്ടു കഴിഞ്ഞു. ഈ സത്യം, ഈ രക്ഷയുടെ സന്ദേശം ലോകം മുഴുവനുള്ള എല്ലാവരും അറിയണം. അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താണ് ദൈവ തിരുമനസ്? എല്ലാവരും രക്ഷിക്കപ്പെടണം, ഒരാൾ പോലും നശിച്ചു പോകരുത്. 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9. ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം. ഇത് ദൈവത്തിന്റെ അഭീഷ്ടമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയില് ആദ്യത്തെ 3 പറഞ്ഞു കഴിഞ്ഞത്, അങ്ങയുടെ നാമം ലോകം മുഴുവൻ അറിയപ്പെടണം, സ്നേഹിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, പൂജിക്കപ്പെടണം. അങ്ങയുടെ രാജ്യം എല്ലാവരിലും വരണം. എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും നിറയണം. അങ്ങയുടെ തിരുമനസ് എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്ന തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അടുത്തത്, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. വയറിന്റെ ആഹാരമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും. അല്ല. മത്തായി 4:4. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുക. ദൈവമേ എന്നോട് സംസാരിക്കണമേ, ദൈവമേ അങ്ങയുടെ സത്യവചനം, നിത്യജീവനിലേക്ക് നയിക്കുന്ന വചനം വെളിപ്പെടുത്തി തരണമേ. അന്നു വേണ്ടുന്ന ഈ ആഹാരം, ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തൽ, ദൈവവചന സന്ദേശങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. വചനം പഠിക്കാനുള്ള കൃപ നൽകണമേ. വചനം മനസ്സിലാക്കാനുള്ള ഗ്രഹണശക്തി എന്ന ദാനം നൽകണമേ. അന്നു വേണ്ടുന്ന ആഹാരം. യെരമ്യാ 33:3. യെരമ്യാ 33:3. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, ബലഹീനതകൾ ചുറ്റി വളയുമ്പോൾ എന്നെ വിളിക്കുക. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നെ വിളിക്കുക, എന്നെ വിളിക്കുക, എന്നെ വിളിക്കുക. അല്ലെങ്കിൽ ഈ വചനം ആവർത്തിച്ചേറ്റു പറഞ്ഞാലും മതി. യെരമ്യാ 33:3 ആവർത്തിച്ചേറ്റു പറയുന്നത് ദൈവത്തെ വിളിക്കുന്നതിന് തുല്യമാണ്. ഞാൻ നിങ്ങളോട്
സംസാരിക്കാം. നിങ്ങളെക്കുറിച്ചുള്ള മറഞ്ഞിരിക്കുന്ന നിഗൂഢമായ എന്നാൽ ദൈവത്തിന് അങ്ങേയറ്റം വ്യക്തമായ പദ്ധതികളുണ്ട്. അത് വെളിപ്പെടുത്തി തരാം. എന്നെ വിളിക്കുക. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക വെളിപ്പെടുത്തലുകൾ, ദൈവവചനത്തിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കുന്ന ഗ്രഹണശക്തി എന്ന പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിക്കാം, നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴികൾ ഞാൻ കാണിച്ചു തരാം. സങ്കീർത്തനം 32:8. ആ വചനം 50 പ്രാവശ്യം അങ്ങ് പറഞ്ഞു. അപ്പോ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കിട്ടാൻ തുടങ്ങും. വചനം ഏറ്റുപറയുമ്പോൾ വചനശക്തിയാൽ അന്തരീക്ഷത്തിലെ അന്ധകാര ശക്തികൾ നിർവീര്യമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്താ പ്രസംഗിക്കേണ്ടത്, എവിടെയാ തുടങ്ങേണ്ടത് എന്ന് മനസ്സിൽ ഒരു ക്രമീകരണം കിട്ടാതെ വിഷമിക്കുമ്പോൾ ഒരു 3 നന്മറിഞ്ഞവരെയും ചെല്ലുമ്പോഴത്തേക്ക് അവിടേക്ക് ഒരു പ്രകാശം വരും. അന്ധകാരം മാറും. പൈശാചിക പീഡ വിട്ടുപോകും. ഓരോ നന്മ നിറഞ്ഞ മറിയത്തിലും 3 ദൈവവചനമുണ്ട്. ദൈവവചനം ദൈവതുല്യമായ ശക്തിയാണ്. ദൈവതുല്യമായ വിശുദ്ധിയാണ് ദൈവവചനത്തിനുള്ളത്. എന്താണ് ദൈവവചനം? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഗബ്രിയേൽ മാലാഖയിലൂടെ പറയപ്പെട്ട വചനം, എഴുതപ്പെട്ട വചനം. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയേ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞതല്ല. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മറിയത്തോട് പറഞ്ഞതാ. പക്ഷെ അതും എഴുതപ്പെട്ട വചനമാണ്. 2 വചനമായി. 3-മത്തേത് പരിശുദ്ധ മറിയമേ, ബാക്കി പറഞ്ഞേ, തമ്പുരാന്റെ അമ്മേ. അത് എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് എന്ത് യോഗ്യത? ആരെ കുറിച്ച് പറയുന്ന? തൻ്റെ വളർത്തുമകളാണ് എലിസബത്തിന്റെ. ദേവാലയത്തിൽ സക്കറിയായും എലിസബത്തും മറിയത്തെ വളർത്തി. കാരണം മറിയത്തിന്റെ മാതാപിതാക്കന്മാർ നേരത്തെ മരിച്ചുപോയി. വാർദ്ധക്യത്തിൽ ഉണ്ടായ ശിശുവാണ് മറിയം. അപ്പം മറിയം ദേവാലയത്തിലാണ് വളർത്തപ്പെട്ടത്. സക്കറിയ പുരോഹിതനും എലീശായും അതുപോലെ പലരും അവരുടെ വളർത്തലിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ 15 വയസ്സുള്ള മറിയം എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എപ്പോൾ? മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ പൈശാചിക പീഡ വിട്ടുപോകും, പരിശുദ്ധാത്മാവ് വന്നു നിറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലര് ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോഴേ ഉറക്കം ആരംഭിക്കും. അങ്ങനെ ഉറങ്ങാത്തവരൊന്ന് കൈവക്കിയേ. ഉറങ്ങാത്തവർ കൈവക്കല പറഞ്ഞത്. ഉറങ്ങുന്നവർ കൈവക്കിയേ. ഉറങ്ങാറുള്ളവരൊന്ന് കൈവക്കിയേ. ജപമാല ചെല്ലുമ്പോഴൊക്കെ അതിതാണ് അതിൻ്റെ വകുപ്പ്. അതിതാണ് ചരിത്രത്തിലെ, ലോക ചരിത്രത്തിലെ ആദ്യത്തെ പ്രവചനം. എന്താണെന്നറിയാവോ? സാത്താനെ ശിക്ഷിക്കുമ്പോ ദൈവം പറഞ്ഞു, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ആരാണ് സ്ത്രീ?
പരിശുദ്ധ അമ്മ. അപ്പൊ പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലാൻ തുടങ്ങുമ്പോഴേ സാത്താൻ വരും. നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവന് ഉറക്കം തൂങ്ങലും ക്ഷീണമൊക്കെ കൊണ്ടുവന്നാലും നമ്മൾ ജപമാല പൂർത്തിയാക്കിയോണം. അപ്പം നമുക്കും ചുറ്റുമുള്ളവർക്കും അനുഗ്രഹം കിട്ടും. ഒന്ന് ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല. ആ സമയം നമ്മൾ അത് കഴിഞ്ഞ് അതിനുവേണ്ടി തല്ലുപിടുത്തവും ബഹളം ഉണ്ടാകണ്ട. ഒന്നൊക്കെ ഓർപ്പിക്കാം, ഒന്നൊക്കെ തോണ്ടിയൊക്കെ ഒന്ന് ഓർപ്പിക്കാം ഉറക്കം തൂങ്ങുക എന്നുള്ളത്. അല്ലെങ്കിൽ അതിനുവേണ്ടി അടിയിടിയൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ ഉറങ്ങിപ്പോയാലും ദൈവത്തിനുമുമ്പിലാണ് നമ്മളിരിക്കുന്നത്, ദൈവസാന്നിധ്യത്തിലായിരിക്കുന്നത്. അവിടെ അഭിഷേകം ഉണ്ടാകും, ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ ശിഷ്യന്മാര് ഈശോയോട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഈശോ പ്രാർത്ഥന ചൊല്ലി കൊടുത്തു. ആ പ്രാർത്ഥനയുടെ 2ാം ഭാഗമാണ്, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പിന്നെ എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇത് വലിയൊരു കൽപ്പന നമ്മളെ ഓർമ്മിപ്പിച്ചു തരാണ്. ക്ഷമിക്കാത്ത പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുകയില്ല. അതിനാൽ ഓരോ ദിവസവും ആത്മപരിശോധന ചെയ്യണം. നമ്മൾ ആരെയെങ്കിലും കുറ്റം വിധിച്ച് നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് പുറത്തു നിർത്തിയിട്ടുണ്ടോ? കുറ്റം വിധിയിലൂടെ സാത്താൻ നമ്മുടെ ഉള്ളിൽ കയറും. കുറ്റം വിധി, വെറുപ്പ്, ദേഷ്യം, പിണക്കം, വാശി, ഇതിലൂടെ എല്ലാം സാത്താൻ നമ്മുടെ ആത്മാവിൽ അന്ധകാരം നിറയ്ക്കും. അതുകൊണ്ട് എപ്പോ പ്രാർത്ഥിക്കാൻ പോയാലും ആത്മപരിശോധന ചെയ്ത് വീണ്ടും വീണ്ടും ക്ഷമിച്ചുകൊണ്ടിരിക്കണം. ക്ഷമിച്ച് ശത്രുവിനെ അനുഗ്രഹിക്കണം. എങ്ങനെ അനുഗ്രഹിക്കണം? കർത്താവേ, എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് എന്നെ വേദനിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണേ. 10,000 ആളും കുഴപ്പമില്ല, 1,00,000 മടങ്ങാണെങ്കിൽ കുഴപ്പമില്ല. എന്താ അത്? അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരുകയും ചെയ്യും. അവരിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാറിപ്പോവുകയും ചെയ്യും. ഒരിക്കല് ഒരു ഉത്തമർണൻ എന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ഒരു മുതലാളിക്ക് അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യന് വേറൊരാൾ കുറേ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അത് വലിയ തുകയാണ്, ചെറിയ തുകയല്ല, ഈ ലക്ഷങ്ങളാണ്. അപ്പോ കടം കൊടുക്കാത്തവനെ പിടിച്ച് ജയിലിലടയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഉടനെ അയാൾ കാലിൽ വീണു. എത്രയും വേഗം തരാം, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് അയാള് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ശിക്ഷ ഒഴിവാക്കി കൊടുത്തു. അവൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോ ഒരു 100 രൂപ കടം കൊടുത്തിരിക്കുന്ന കിട്ടാത്ത ഒരാളുണ്ടായിരുന്നു. അവന്റെ കഴുത്തെ പിടിച്ച് ഞെരിച്ച് അവന് ഇതുപോലെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എത്രയും വേഗം തരാം. പക്ഷെ അവനെ ജയിലിലടച്ചു. ഇതറിഞ്ഞ ദാനം സുഹൃത്തുക്കള് എന്ന് ആദ്യത്തെ മുതലാളിയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അയാള് അവനെ ജയിലിലേക്ക് പറഞ്ഞയച്ചു. എൻ്റെ അവസാന പൈസ വരെ തരുന്നവര്, നീ ജയിലിൽ കിടക്കുക. ദൈവം പറയാൻ പോകുന്ന കാര്യമാണ്. ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വലതുകരം ഉയർത്തി, നമ്മെ വേദനിപ്പിച്ചു എന്ന് നാം കുറ്റം വിധിക്കുന്ന എല്ലാവരെയും 1000 മടങ്ങ്, 10,000 മടങ്ങ്, 1,00,000 മടങ്ങ് അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ച് 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 അവരെയും ഞങ്ങളെയും നല്ലവരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. എന്നിട്ട് മത്തായിയുടെ സുവിശേഷത്തില് 6-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടും ക്ഷമിക്കുകയില്ല. വളരെ
ശക്തമായ ഒരു വ്യവസ്ഥയാണ്. കുരിശേ കിടന്നുകൊണ്ട് യേശു 7 വചനങ്ങൾ പറഞ്ഞതിൽ ആദ്യത്തെ വചനം എന്തായിരുന്നു? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരെ ശിക്ഷിക്കരുതേ, ഇവരുടെ ശിക്ഷ ഞാൻ എൻ്റെ ശരീരത്തിൽ കുരിശിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാരെക്കുറിച്ച് പറയുന്നതാണ്? നമ്മളെ കുറിച്ചുകൂടെ പറയുന്നതാണ്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ലോകമെമ്പാടും തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി യേശു പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ, ഇവർക്കുള്ള ശിക്ഷ ഞാൻ കാൽവരി കുരിശിൽ ഏറ്റെടുത്തിരിക്കുന്നു. 1 യോഹന്നാൻ 2:2 ഒന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. എന്താ പറഞ്ഞേ? 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. ഒരിക്കലും ഈശോ കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാൻ 1:29 ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിന്റെ കണ്ണുകളിലൂടെ എന്നൊരു ദർശന പുസ്തകമുണ്ട്. എല്ലാവരും വാങ്ങിക്കേണ്ട ഒരു പുസ്തകമാണ്. ശാലോം ബുക്ക് സ്റ്റാളിൽ നിന്ന് അത് കിട്ടും. 3 വോളിയുണ്ട്. 150 രൂപ വീതമുള്ളൂ. ഈശോ 3 കൊല്ലം ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്ന കാര്യമാണ്. ഓസ്ട്രേലിയയിൽ വളരെ തല്ലിപ്പൊളിയായിട്ട് നടന്ന ആള് മാനസാന്തരപ്പെട്ട് വചനപ്രഘോഷകനായി ഇന്ന് ലോകം മുഴുവനും പോകുന്ന ആളാണ് അലൻ അമീസ്. അദ്ദേഹത്തിന് വെളിപാടായിട്ട് കിട്ടിയതാണ്. അതിനകത്ത് ഈശോയും ശിഷ്യന്മാരും പലപ്പോഴും ഏതെങ്കിലും മരത്തണലിൽ അന്തി ഉറങ്ങിയിരുന്നു, ചുരുക്കം ചിലപ്പോൾ നല്ല വീടുകളിലും. അധിക സമയവും അവരേതെങ്കിലും മരത്തണലിലാണ് അന്തി ഉറങ്ങിയിരുന്നത്. ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ശിഷ്യന്മാരെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അവർ വട്ടത്തിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ബർത്തലോമിയോ, പണ്ടത്തെ നത്താനിയലാണ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ പലപ്പോഴും ഒരു സ്വപ്നം കാണാറുണ്ട്. ശിഷ്യന്മാർ ചോദിച്ചു, എന്താ നിന്റെ സ്വപ്നം? ഞാൻ കാണുന്നത് ഒരു കുഞ്ഞാടിനെയാണ്. എന്നിട്ട് എന്താ കുഞ്ഞാടിന് സംഭവിക്കുക? ആ കുഞ്ഞാട് വധിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. എന്നിട്ടോ അതിൻ്റെ രക്തം ദേശാന്തരങ്ങളിലേക്ക്, എല്ലാ രാജ്യങ്ങളിലേക്കും ഒഴുകുന്നതായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ എന്നും കാണുന്നത്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ഉടനെ ഈശോ പറഞ്ഞു, അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല, പിന്നീട് മനസ്സിലായിക്കൊള്ളും. അത് നമുക്കാ. നമ്മളിപ്പോൾ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ടാവും, ടി വിയിലൂടെയൊക്കെ നമ്മൾ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ, തിരുരക്ത സമുദ്രം അവരെ വലയം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ തിരുരക്തം നമ്മൾ ലക്ഷ്യം വെക്കുന്നിടത്ത് ചെല്ലും. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം
നമ്മെ നിർബന്ധിക്കും.